8th സ്റ്റാൻഡേർഡ് മാത്സ് യൂണിറ്റ് 2 തുല്യ ത്രികോണങ്ങൾ. അതിലെ പാർട്ട് 3 ആണ്. പേജ് നമ്പർ 13 മൂന്നാമത്തെ കണക്ക്. ചുവടെ വരച്ചിരിക്കുന്ന രണ്ട് ത്രികോണങ്ങളിൽ എ ബി സമം ക്യു ആർ, ബി സി സമം പി ക്യു, സി എ സമം ആർ പി എന്നിങ്ങനെയാണ്. രണ്ട് ത്രികോണങ്ങളുടെയും മറ്റ് രണ്ട് കോണുകൾ കണ്ടുപിടിച്ച് എഴുതുക. ഇപ്പോൾ എ ബി സി എന്ന ഒരു ത്രികോണവും പി ക്യു ആർ എന്ന ഒരു ത്രികോണവും ഉണ്ട്. അതിൽ എ ബി സമം ക്യു ആർ എന്ന് തന്നിട്ടുണ്ട്. അതായത് എ ബി ഈ വശം എ ബിക്ക് തുല്യമാണ് ക്യു ആർ ഈ വശം. പിന്നെ ബി സി സമം പി ക്യു, ബി സി ഈ വശം ബി സിക്ക് തുല്യമാണ് പി ക്യു, പി ക്യു ഈ വശം. പിന്നെ സി എ സമം ആർ പി, സി എ ഈ വശം, സി എ സമം ആർ പി, ആർ പി. ഇതൊക്കെയാണ് തുല്യവശങ്ങൾ. അപ്പോൾ നമുക്കറിയാം തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. ഈ മൂന്ന് ത്രികോണങ്ങൾക്കും തുല്യവശങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എ ബിക്ക് തുല്യമാണ് ക്യു ആർ, അതുപോലെ ബി സിക്ക് തുല്യമാണ് പി ക്യു, എ സിക്ക് തുല്യമാണ് ആർ പി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും തുല്യ ത്രികോണങ്ങളാണ്. തുല്യ ത്രികോണങ്ങളിൽ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമാണ്. അപ്പോൾ ഇവിടെ എ ബിയിലെ എ എന്ന കോണ് 60 എന്ന് എഴുതിയിട്ടുണ്ട്. എ എന്ന കോണ് തന്നിട്ടുണ്ട് 60 ഡിഗ്രിയാണ്. അപ്പോൾ എ എന്ന കോണിൻ്റെ എതിരായിട്ടുള്ള വശം ബി സി ആണ്. ബി സി എന്ന വശത്തിന് എതിരെയുള്ള കോണാണ് 60. ബി സി എന്ന വശത്തിൻ്റെ എതിരെ വരുന്ന കോണ് 60. അപ്പോൾ ഇവിടെ ബി സിക്ക് തുല്യമാണ് ഈ പി ക്യു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബി സി സമം പി ക്യു ആയതുകൊണ്ട് ബി സിക്ക് എതിരെയുള്ള കോണിൻ്റെ അതേ അളവ് തന്നെയായിരിക്കും പി ക്യൂയുടെ എതിരായിട്ടുള്ള കോണിൻ്റെ അളവ്. അപ്പം ബി സി എന്ന വശത്തിന് എതിരെയുള്ള കോണ് 60 ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ പി ക്യു എന്ന വശത്തിന് എതിരെയുള്ള കോണ് നമുക്കറിയാം 60 ഡിഗ്രി ആയിരിക്കും. എന്തുകൊണ്ടാണ്? തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യം. തുല്യ ത്രികോണങ്ങളിൽ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യം. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് കോൺ എ സമം 60 ആയതിനാൽ കോൺ ആർ സമം 60. കോൺ ആർ സമം 60 ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യം. തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യം. എതിരെയുള്ള കോണുകൾ തുല്യം. പിന്നെ ഈ പി ക്യു ആർ എന്ന ത്രികോണത്തിൽ കോൺ ക്യൂ സമം 70 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ആർ പി എന്ന വശത്തിന് എതിരെയുള്ള കോണാണ്. ആർ പി എന്ന വശത്തിന് എതിരെയുള്ള കോൺ 70. ഇവിടെ ആർ പിക്ക് തുല്യമായ വശം ഇവിടെ എ സി എന്ന വശമാണ്, അല്ലെങ്കിൽ സി എ എന്ന വശമാണ്. എ സിക്ക് തുല്യമാണ് ഈ ആർ പി എന്ന വശത്തിനെതിരെയുള്ള കോണ് 70 ആയാൽ ഈ എ സി എന്ന വശത്തിന് എതിരെയുള്ള കോണും 70 ആയിരിക്കും. ഈ കോൺ ബി സമം 70 ആയിരിക്കും. കോൺ ബി സമം 70.
കാരണം എന്താണ്, ഈ ആർ പി എന്ന വശത്തിന് എതിരെയുള്ള കോണ് 70 ആർ പി എന്ന വശത്തിന് തുല്യമാണ് എ സി എന്ന വശം. എ സിക്ക് എതിരെയുള്ള കോണാണ് ബി. അതുകൊണ്ട് കോൺ ബി സമം 70 ഡിഗ്രി ആയിരിക്കും. കോൺ ബി സമം 70 ഡിഗ്രി. കോൺ ക്യൂ സമം 70 ഡിഗ്രിയാണ്. കോൺ ക്യൂ സമം 70 ഡിഗ്രിയാണ്. അതുകൊണ്ട് കോൺ ബി സമം 70 ഡിഗ്രി ആയിരിക്കും. കോൺ ബി സമം 70 ഡിഗ്രി. അതും എന്താണ്, തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യം. അതുതന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഈ കോൺ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പ്രയാസമില്ല. ഇവിടെ ഒരു ത്രികോണത്തിൻ്റെ കോണുകളുടെ അളവുകളുടെ തുക 180 ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയാൽ 130 വരിക. 60 70 കൂട്ടിയാൽ 130. 180ൽ നിന്ന് 130 കുറയ്ക്കുക. അല്ലെങ്കിൽ 130നോട് എത്ര കൂട്ടിയാലാണ് 180 കിട്ടുക നോക്കിയാൽ മതി. അപ്പോൾ 50 കിട്ടിയാലാണ് 50 കൂട്ടിയാലാണ് 180 കിട്ടുക. അപ്പം കോൺ സി സമം എന്താണ്, 50 ഡിഗ്രിയാണ്. കോൺ സി സമം 50 ഡിഗ്രി ആണെങ്കിൽ കോൺ പിയും 50 ഡിഗ്രി ആയിരിക്കും. തുല്യവശത്തിന് എതിരെയുള്ള കോണാണ്. ഇവിടെ തുല്യവശം ക്യു ആർ. എ ബിക്ക് തുല്യമായ വശമാണ് ക്യു ആർ. ക്യു ആറിന് എതിരെയുള്ള വശം അപ്പോൾ 50 ഡിഗ്രി തന്നെയായിരിക്കും. 50 ഡിഗ്രി. കോൺ സി സമം 50. അതുകൊണ്ട് തന്നെ കോൺ പി സമം 50. ഇവിടെ ഏത് രീതിയിൽ എഴുതിയാലും മതി. ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകളുടെ അളവുകളുടെ തുക 180 ആയതിനാൽ എഴുതിയാലും മതി. അല്ലെങ്കിൽ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യം. അങ്ങനെ ഇതിലെ 3 കോണുകളും അതുപോലെ ഇതിലെ 3 കോണുകളും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അടുത്തത് 13-ൽ തന്നെ 4ാമത്തെ കണക്കാണ്. 4ാമത്തെ കണക്കിൽ ചിത്രത്തിൽ ഒരു ചതുർഭുജത്തിൻ്റെ വികർണം അതിനെ 2 ത്രികോണങ്ങളായി ഭാഗിക്കുന്നു. അതായത് ഇതൊരു ചതുർഭുജമാണ്, അതിൻ്റെ വികരണമാണിത്. ഈ വികരണം ചതുർഭുജത്തെ 2 ത്രികോണങ്ങളായി ഭാഗിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ത്രികോണത്തിന് നമുക്ക് പേര് കൊടുക്കാം എ ബി സി. ഈ ത്രികോണം എ ബി സി, ഇത് ഡിയും കൊടുക്കാം. അപ്പോൾ എ ബി സി എന്ന ത്രികോണവും എ ബി ഡി എന്ന ത്രികോണവും ഈ ചതുർഭുജത്തെ ഇതിൻ്റെ വികരണം വരച്ചപ്പോൾ കിട്ടിയ 2 ത്രികോണങ്ങളാണിത്. 2 ത്രികോണങ്ങൾക്കും ഒരേ കോണുകളാണോ ഉള്ളത്, എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ഈ 2 ത്രികോണങ്ങൾക്കും ഒരേ കോണുകളാണോ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ വശങ്ങളുടെ നീളം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 4 സെൻറ്റിമീറ്റർ. എ ബി സിയുടെ എ സി സമം 4 സെൻറ്റിമീറ്ററാണ്. എ സി സമം 4 സെൻറ്റിമീറ്ററാണ്. ത്രികോണം എ ബി ഡിയുടെ എ ഡി സമം 4 സെൻറ്റിമീറ്ററാണ്. അതായത് ഇതും തുല്യമാണ്. ഈ വശം തുല്യമാണ്. പിന്നെ ബി സി സമം 3 സെൻറ്റിമീറ്ററാണ്. എ ബി സിയിൽ ബി സി സമം 3 സെൻറ്റിമീറ്ററാണ്. എ ബി ഡിയിൽ ബി ഡി സമം 3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇതും തുല്യമാണ്. പിന്നെ ഈ ത്രികോണം എ ബി സിയിൽ എ ബിയുടെ നീളം തന്നെയാണ് ത്രികോണം എ ബി ഡിയിൽ എ ബിയുടെ നീളം. അതായത് ഇതിന് ഈ വശം രണ്ടിനും ഒരുപോലെയാണ്. എ ബി എന്ന വശം 2 ത്രികോണങ്ങൾക്കും കൂടിയുള്ള വശമാണ്. അപ്പം ഈ വശം തുല്യമാണെന്ന് അർത്ഥം. ഈ വശം തുല്യമായിട്ട് വരും. 2 ത്രികോണങ്ങൾക്കും പൊതുവായിട്ടുള്ള വശമാണ് എ ബി. അതുകൊണ്ട് ആ വശം തുല്യം. അപ്പോൾ ഈ 2 ത്രികോണങ്ങളുടെയും വശങ്ങൾ തുല്യമാണ്. വശങ്ങൾ തുല്യമായാൽ എന്താണ്, തുല്യ ത്രികോണങ്ങളാണ്. തുല്യ ത്രികോണങ്ങളുടെ കോണുകൾ തുല്യമായിരിക്കും. തുല്യ ത്രികോണങ്ങളുടെ
തുല്യ ത്രികോണങ്ങളിൽ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ത്രികോണങ്ങൾക്കും ഒരേ കോണുകളാണ് ഉള്ളത്. എന്തുകൊണ്ട്? അപ്പോൾ നമ്മൾ എന്തെഴുതണം? രണ്ട് ത്രികോണങ്ങൾക്കും ഒരേ കോണുകളാണ്. രണ്ട് ത്രികോണങ്ങൾക്കും ഒരേ കോണുകളാണ് ഉള്ളത്. ഒരേ കോണുകളാണെന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? തുല്യ ത്രികോണങ്ങളിൽ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യം. ഇത് രണ്ടും തുല്യ ത്രികോണങ്ങളാണ്. അതുകൊണ്ട് തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. തുല്യ ത്രികോണങ്ങളിൽ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യം. തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യം. അതായത് ഈ വശത്തിന് എ സിയുടെ എതിരെയുള്ള കോണ് ബി. ഇവിടെ ബി എന്ന് പറഞ്ഞാൽ ABC ആണ്. ABC എന്ന കോണ്, എ സിയുടെ എതിരെയുള്ള കോണ് ABC എന്ന കോണാണ്. അതുപോലെ അതേ തുല്യവശം ഇവിടെ AD ആണ്. ADയുടെ എതിരെയുള്ള കോണ് ABD എന്ന കോണ്. ഈ രണ്ട് കോണുകളും തുല്യമാണ്. അതുപോലെ ഈ വശത്തിന് AB എന്ന വശത്തിന് എതിരെയുള്ള കോണ് ആണ് C. ഇവിടെ AB എന്ന വശത്തിനെതിരെയുള്ള കോണ് D. കോൺ സിയും കോൺ ഡിയും തുല്യം. അതുപോലെ ഇവിടെ ഇത് 3 സെൻറ്റിമീറ്റർ. BC എന്ന വശം BD എന്ന വശവും തുല്യം. BC എന്ന വശത്തിനെതിരെയുള്ള കോണാണ് ഈ CAB എന്ന കോണ്. ഏത് കോണിനോട് തുല്യമാണ്? ഈ കോൺ BD എന്ന വശത്തിനെതിരെയുള്ള കോണിനോട്, അതായത് BADക്ക് തുല്യമാണെന്ന് അർത്ഥം. ബാക്കി അടുത്ത ക്ലാസ്സിൽ.